ഹലോ എവ്രി വൺ. ഇന്ന് ഡിന്നറിന് മഷ്റൂമും പീസും വെച്ചിട്ട് മസാലക്കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ മഷ്റൂം വൃത്തിയിൽ കഴുകിയെടുത്തു, പീസും ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു പട്ടണ ചെറിയ പീസ്, ഒരു ക്ലോവ്സ്, ഒരു കാടമം, പിന്നെ ഒരു 1 ടീസ്പൂൺ പെരിഞ്ജീരകം അതും ഇട്ടു. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു സവാള സ്ലൈസ് ചെയ്തതും 2 പച്ചമുളകുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം, നമ്മുടെ സവാളയ്ക്ക് ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ. ഇപ്പോൾ ഇതാക്കി ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ രാവിലെ ഇഡ്ഡലിക്ക് അരച്ച സമ്മന്തി ഉണ്ടായിരുന്നു. ഇത് ഞാൻ തക്കാളിയും സവാളയും ചുവന്നമുളകും വഴറ്റി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. എന്തായാലും വഴറ്റിയ സവാളയും തക്കാളിയും ചുവന്നമുളകും ആണല്ലോ. അപ്പോൾ അതൊന്ന് വഴന്ന ശേഷം ഒരു ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ടൊമാറ്റോ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് പൗഡറൊക്കെ ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ ടേമറിക് പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1½ ടീസ്പൂൺ നമ്മുടെ കൊറിയാൻഡർ പൗഡറും, 1/2 ടീസ്പൂൺ ഗരം മസാലയും. നമ്മുടെ എരിവിനനുസരിച്ച് ചില്ലി പൗഡർ ആഡ് ചെയ്താൽ മതി. നന്നായിട്ട് അതിൻ്റെ പച്ച മണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ മഷ്റൂം ഇതെങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയ്ക്ക് ഇതിൽ കോട്ടായി വരട്ടെ. ഇനിയിപ്പോൾ പീസും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഉപ്പും ആഡ് ചെയ്യാം, കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കാം. എന്ന് അടച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. മഷ്റൂമിനും കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പം ഇനി നമുക്ക് അടച്ചൊന്ന് വേവിച്ച് തുടങ്ങാം. ഇൻ ബിറ്റ്വീൻ ഞാൻ ഇടയ്ക്കൊന്ന് സ്റ്റോറൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് എൻ്റെ ഒരു ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, ഒരു 1/2 ക്യാപ്സിക്കം, അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്യാപ്സിക്കം പിന്നെ വേഗം വെന്ത് വരും. ഒരു അടച്ചൊരു 3 മിനിറ്റ്സ് ഞാൻ പിന്നെയും ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഫൈനലി കൊറിയാൻഡർ ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ മഷ്റൂം പീസ് മസാലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ഇത് പറ്റിയ ഒരു ഡിഷാണ്. ഞങ്ങൾക്ക് ഡിന്നറിന് ചപ്പാത്തിക്ക് ഈ കറിയാണ് ഉണ്ടാക്കിയത്.